എന്താ എന്റെ ഗൗരിക്കുട്ടി? മലയ്ക്ക് പോകാം. दीदी चाय पियेंगे? ഇന്ന് നേരത്തെ വന്നു അല്ലേ? നീ നേരത്തെ വരുമെന്നും പറഞ്ഞ് ഗൗരിമോള് കാത്തിരിക്കുകയായിരുന്നു. എന്തു പറ്റി? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അമ്മേ? എനിക്കിപ്പോ ഗൗരിയോട് സംസാരിക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. എന്തേ? അവളോട് സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് ഞാൻ അവളെ പറ്റിക്കുകയാണോ എന്നൊരു തോന്നല്. കുറെ കാലം കഴിഞ്ഞ് അവളെല്ലാം അറിയുമ്പോ അവളുടെ അമ്മ ഒരു മോശം സ്ത്രീയായിരുന്നു എന്ന് വിചാരിക്കോ അവള്? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ മോളെ? അവളുടെ ശരിക്കുള്ള അച്ഛനെ മറച്ചുവെച്ച് മറ്റൊരാളെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ച് വളർത്തുകയായിരുന്നുവെന്ന് വിചാരിക്കില്ലേ അവള്? കഴിഞ്ഞ 5 വർഷമായിട്ടില്ലാതിരുന്ന തോന്നല് ഇപ്പൊ എന്താ ഉണ്ടാവാൻ? എല്ലാ കാലത്തും എനിക്ക് ഈ തോന്നലുണ്ടായിരുന്നു. മോൾ അത് ചെയ്തത് മറ്റൊന്നിനും ആയിരുന്നില്ലല്ലോ. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ലേ? അതെ, എന്നാലും നീ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ അമ്മയും ചെയ്തത്. അവന്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ച ഞാനും കൂടെ അല്ലേ? നീയും ഞാനും ചെയ്തത് ശരിയാണ് മോളെ. അമ്മ എന്ന നിലയിൽ നമ്മൾ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ അതായി. ഇനി എപ്പോ വേണമെങ്കിലും എല്ലാ സത്യവും നിനക്ക് അവനോട് പറയാം. ഞാൻ എതിര് നിൽക്കില്ല. എനിക്കിപ്പോ എന്നെയോ മോളെയോ കുറിച്ച് ഓർത്തല്ല പേടി. അത് അങ്ങനൊരു നിമിഷം തരുൺ എങ്ങനെ മറികടക്കും അമ്മേ? അതറിയില്ല മോളെ. പക്ഷെ അതിന്റെ പേരിൽ അവൻ നിന്നെയോ മോളെയോ വെറുക്കില്ല. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എല്ലാരും റെഡി ആയിക്കോ, അച്ഛൻ മലയ്ക്ക് പോവാൻ സമ്മതിച്ചു. എന്റെ മുത്തേ, അച്ഛമ്മയില്ല. അതെ അച്ഛമ്മേ, അത് പറ്റില്ല കേട്ടോ. പോയേ പറ്റൂ. അച്ഛമ്മ കൂടെ വരണം. നോക്കിയ അച്ഛ, അച്ഛമ്മ വരുന്നില്ല. വരാൻ പറ അച്ഛ. അമ്മ പുറപ്പെടാൻ നോക്ക്. എല്ലാവരും ഒരുമിച്ച് പോവാന്നുള്ളത് അവളുടെ ആഗ്രഹമല്ലേ? താനെന്താണോ ഇങ്ങനെ ഇരിക്കുന്നത്? മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്തിട്ടാണോ? അവിടെ തന്റെ സ്റ്റാൻഡ് തന്നെയായിരുന്നു ശരി. ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. മോളിയല്ലേ? അച്ഛമ്മ എഴുന്നേറ്റേ, വേഗം കുളിപ്പിച്ച് താ. വാ എന്റെ മോളെ, ഞാനില്ല. വാ. നിങ്ങൾ ചെല്ല്. ശ്ശോ. അമ്മേ, ചെറിയച്ഛനവിടെ മുറിയിലുണ്ട്. ചെറിയച്ഛ, ചെറിയച്ഛ. അപ്പുന്റെ കുഞ്ഞിലത്തെ ചായ ആകെ മാറി. പക്ഷേ ചെറിയച്ഛനൊരു മാറ്റമില്ല, പഴയ അതേപോലെ ഉണ്ട്. ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റാത്തോണ്ടാ. അല്ലെങ്കിൽ ചെറിയച്ഛനെ കൂട്ടാൻ ഞാനും വന്നേനെ. ഏയ്, അതെന്തിനാ? കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെ അഭിമാനിക്കാവുന്ന സ്ഥലത്തുനിന്നൊന്നുമല്ലല്ലോ. ആര് പറഞ്ഞു? തെളിവിന്റെ പേരും പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിനല്ലേ ചെറിയച്ഛനെ ഇത്രയും കാലം ജയിലിലിട്ടത്. അപ്പൊ തെറ്റാനും ചെറിയച്ഛനല്ല, സർക്കാരാ. എന്തിനാ അവിടെ വരുന്നതിലും റിസീവ് ചെയ്യുന്നതിലും നാണിക്കേണ്ട കാര്യമുള്ളത്? അല്ലേ അമ്മേ? എടി, നീ ആള് കൊള്ളാലോ. സംസാരം വിക്രം കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെ വായാടിയൊന്നുമല്ല. ആണോ അച്ചാച്ചാ? ഏയ്, ഒട്ടുമല്ല. എന്റെ മോള് പറയേണ്ടത് കൃത്യമായിട്ട് പറയും, അത്രേ ഉള്ളൂ. ചിലപ്പോ
ഇവള് ചില കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോ വേദയെ ഓർമ്മ വരും. വേദച്ചെരുമയുടെ വിവരവും കഴിവൊന്നും എനിക്കില്ല കേട്ടോ. അതിവര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇനിയാണ് ചെറിയച്ച നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടത്. ആക്ഷൻ പ്ലാനോ? അതെ, വേദച്ചെറിയമ്മ ആദ്യം കണ്ടെത്തണം. അതിനുള്ള കാര്യങ്ങൾ ആദ്യം ആലോചിക്കണം. അതിനുശേഷം പണ്ടത്തെ പോലെ നമുക്ക് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മാറണം. അച്ചാച്ചന്റെ പഴയ വീട്ടിലെ പോലെ എല്ലാരും ഒന്നിച്ച്. അത് നല്ല രസമായിരിക്കും അല്ലേ അമ്മ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ ആദ്യം കുളിച്ച് വേഷം മാറി വാ, ഞാൻ ചായ എടുക്കാം. ഓ, ഇനി അതൊന്നും വേണ്ടാന്നേ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, അത് മതി. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ ചെറിയച്ച. ഓ ചെറിച്ചൊന്ന് മാറിക്കേ. കുറച്ച് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കുമ്പോ രാത്രി 12 മണിയെങ്കിലും ആവും. അപ്പൊ ചെറിയച്ഛനെ അച്ചാച്ചനെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആക്ഷൻ പ്ലാനിന്റെ ചെറിയൊരു ഉദാഹരണം. ഗോട്ട് മീ? അപ്പൊ കുളിച്ചിട്ട് കാണാം. ആയിക്കോട്ടെ. മിടിക്കുകയാണല്ലോ അച്ഛാ. അതെ, അവളുടെ മുറിയായത്. എനിക്ക് വയ്യാതായപ്പോ അവൾ എന്നെ നിർബന്ധിച്ച് ഇവിടെ കിടത്തി. അവൾ ഹാളിലേക്ക് മാറി. വിശ്വവും ശ്രീജയൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. വന്ന സമയം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി. എന്റെ പെൻഷൻ എടുത്തോളാൻ പറഞ്ഞാലും വിശ്വം കേൾക്കില്ല. അത് ബാങ്കിൽ തന്നെ കിടന്നോട്ടെ എന്ന വാശിയ അവന്. ഒരുപാട് കാലത്തെ മടി കഴിഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങേയറ്റമായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനും കൂടി ഇവിടെ നിൽക്കുന്നത് ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയാലോ? ഇവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ഇനി നിന്റെ കൂടെ അല്ലാതെ വയ്യ. ഗൗരവളെ, ആ, മോൾക്ക് ഗെയിം സോണിലെ കളികളൊക്കെ ഇഷ്ടമായോ? നല്ല ഇഷ്ടാച്ചാ. ആഹാ, ശരിക്കും ഇഷ്ടായത് റേസിംഗ് കാറാ. അല്ലെങ്കിൽ ഈ കുഞ്ഞിക്ക് ബൈക്ക് ഓടിപ്പിക്കുന്നതും കാർ എടുപ്പിക്കുന്നതും ഒക്കെ തന്നെയാ ഇഷ്ടം. പെൺകുട്ടികൾ കളിക്കുന്ന ഒന്നും പോരെ വെക്ക്. അങ്ങനെ പെൺകുട്ടികൾ മാത്രം കളിക്കുന്ന ഗെയിമൊന്നും ഇക്കാലത്തില്ലാമേ, അല്ലേ മോളെ? ആ, അതെങ്ങനെയാ? അച്ഛന്റെ സ്വഭാവമല്ലേ മോക്ക് കിട്ടും. എന്താ അമ്മ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. നമ്മൾ കാറിൽ പോകുമ്പോ അമ്മ എന്താ എപ്പോഴും പിന്നിലിരിക്കുന്നത്? സ്കൂളിൽ കൊണ്ടുപോകാൻ പോയിരുന്ന മറ്റു കുട്ടികളുടെ അമ്മമാര് മുമ്പിലായിരിക്കാറ്. അതെ, അമ്മയ്ക്ക് മുന്നിലിരുന്നാ ഛർദിക്കാൻ വരും, അതാ. ഗൗരിമൾക്ക് ഫുഡൊക്കെ ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി. പക്ഷെ നൂഡിൽസിന് കുറച്ച് എരിവുണ്ടായിരുന്നു, അല്ലേ അമ്മേ? ഇനി മുതൽ എല്ലാ വീക്കെൻഡിലും നമുക്ക് മാളിലേക്ക് വരാം, കേട്ടോ അച്ഛാ? അച്ഛാ, ഞാൻ പറഞ്ഞത് കേട്ടോ? ആ, കേട്ടല്ലോ. പിന്നെന്താ വരാന്ന് സമ്മതിക്കാത്തത്? ആ, പോവാന്നേ. ഒഴിവുള്ളപ്പോഴൊക്കെ നമുക്ക് പോവാട്ടോ. അച്ഛാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? മോള് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നേ. വണ്ടി ഓടിക്കുമ്പോ കോൺസെൻട്രേഷൻ കിട്ടണ്ടേ?
അയാളെ പിടിച്ചിരുന്നു. ആ ഞാൻ കളിച്ച ഗെയിം പോലെ ഉണ്ടല്ലോ ഇത്. ഗൗരി, അയ്യോ, ഗൗരി, ഗൗരി. ആംബുലൻസ് വിളിക്ക്. അമ്മ. ഗൗരി, ഗൗരി, മോളെ. അമ്മേ എന്താ എന്താടാ? ഒരു കരച്ചിൽ കേട്ടതുപോലെ. കരച്ചിലോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവിടെ ഇപ്പൊ ആര് കരയാൻ? ഇവിടെ അല്ല ചാ, എന്റെ ഉള്ളിലത്. ഇടയ്ക്കിടെ സ്വപ്നത്തിൽ അത് കേൾക്കാം. ഒരു കുട്ടിയുടെ അവ്യക്തമായ രൂപവും ചെവി തുളച്ചു പോകുന്നൊരു കരച്ചിലുമൊക്കെ. അമ്മ മരിച്ച അന്നായിരുന്നു ആദ്യം അത് കേട്ടത്. ഒരു കുഞ്ഞ് ജനിച്ചു വീണതുപോലെയുള്ള കരച്ചില്. പിന്നെ പിന്നെ ഇടയ്ക്കിടെ അത് ആവർത്തിക്കാൻ തുടങ്ങി. കാലം പോകുന്നതിനനുസരിച്ച് ആ കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ. നീ ജയിലിനകത്തായിരുന്നല്ലോ, പലതും ഓർത്തുള്ള ഹാലൂസിനേഷൻ ആവും. എനിക്ക് അറിയില്ല അച്ഛാ. ഒരുപക്ഷെ വേദയും ഞാനും സ്വപ്നം കണ്ട കുഞ്ഞ് എൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ. എനിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവളും ഉള്ളിൽ വളരുകയായിരിക്കും. എനിക്കറിയാം, കണ്ണടച്ച് കിടന്നാലും അത്ര പെട്ടെന്നൊന്നും ഉറക്കം വരുന്ന അവസ്ഥയല്ലെന്ന്. മനുഷ്യന്മാർക്ക് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. കിടന്നുറങ്ങാൻ നോക്ക് നീ. കുറച്ച് വെള്ളം എടുക്കട്ടെ. ആരായി നേരത്തെ? என்னங்க என்னங்க எழுந்திருங்க. என்னங்க எழுந்திருங்க. என்னது? யாரோ பெல் அடிக்குது. யார் இந்த நேரத்தில் இങ്ങനെ ബെല്ലടിക്കുന്നത്? எனக்கு தெரியுமா, போய் பாருங்க. யார்க்கடா இவ்வளவு பிரச்சனை?
അകത്തേക്ക് ഇരിക്കല്ലേ? എന്നെ വേണം? അതൊക്കെ പറയാന്നേ. ഷൂസ് ഊരണോ? അല്ലെങ്കിൽ വേണ്ടെന്നേ, മെനക്കേടാ. അതിന് മാത്രം പൊടിയൊന്നും കാലിലില്ല. ആ ചേച്ചി എഴുന്നിട്ടായിരുന്നോ? എന്തായാലും നന്നായി. ഇനി മോളെ കൂടി ഒന്ന് വിളിച്ചോ. ആ വേഗം വിളിക്കേ, എനിക്ക് സമയമില്ല. മോളെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ ചേച്ചി പോയിട്ടൊരു ചായ എടുത്തിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കാം. ചെല്ല് പോ. അപ്പൊ ദേവരാജ, ഞാൻ ഇപ്പോ വന്ന എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? IPS കഴിഞ്ഞ് ആദ്യ പോസ്റ്റിങ്ങും കഴിഞ്ഞ് കുറച്ച് നാളെ ആയിരുന്നുള്ളൂ. അന്നത്തെ കമ്മീഷണർ രാജേന്ദ്ര ഖോർ എന്നെ ഒരു ദിവസം വിളിപ്പിച്ചു. ഒരു റിവോൾവർ എടുത്ത് എന്റെ കയ്യിലും തന്നു. എന്നിട്ട് പറഞ്ഞു, ഡറാനെ കെ ലിയെ സർക്കാരി ഗൺ കാഫി ഹെ, ലേക്കിൻ ഖേൽ ഖത്തം കർണാ ഹോ തോ കട്ടാഖുത്ത് ഉടാന പड़ता है. പേടിപ്പിക്കാൻ സർക്കാർ ഒക്കെ തോക്കു മതി, പക്ഷെ കളി ശരിക്കും തീർക്കാൻ ഇവൻ തന്നെ വേണമെന്ന്. പിന്നെ പലപ്പോഴായി ഒരുപാട് പേരുടെ കളി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കാലിന്റെ സോക്സിനകത്ത് എപ്പോഴും ഇവൻ കൂടെ ഉണ്ടായിരുന്നു. മേരാ ഖേൽ കാ സാത്തി, എന്റെ കളിക്കൂട്ടുകാരൻ. ആളെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല ദേവരാജ. ബന്ധങ്ങൾ ഒരുപാടുള്ളതല്ലേ. ഒന്ന് ഡൽഹിയിലൊക്കെ അന്വേഷിച്ചു നോക്ക്. വീമ്പ് പറയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത തരുൺ ദബാങ് ആരാണെന്ന് നീ അറിയും. ആ മോളെ വാ 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 ഇങ്ങോട്ട് വാ. ആക്ച്വലി മോളെ കാണാനാ അങ്കിൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അത് സാറേ, അവളിത്തിരി പേടിയുള്ള കൂട്ടത്തിലാ. ആണോ? ആ, അപ്പൊ എന്റെ മകൾ അപാര ധൈര്യശാലിയാണെന്നാണോ ദേവരാജൻ പറയുന്നത്? മക്കളൊക്കെ പാവങ്ങളാ ദേവരാജ. നമ്മൾ അവരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു തുടങ്ങിയ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തും ചെയ്യും അല്ലേ? മോളുടെ പേരെന്താ? അനക മോള് പേടിച്ചോ? എന്തിനാ പേടിച്ചേ? അങ്കിള് വെറുതെ കാണാൻ വന്നതാ. പോയി കിടന്നുറങ്ങ് ചെല്ലേ. ചായതാ. ആ ചേച്ചി പോയി കിടന്നോ, ഞാനിപ്പോ പോവും. പോയി കിടന്നോളാൻ പറ ദേവരാജ. പേടിച്ചോണ്ടാവും, മധുരം ഇട്ടിട്ടില്ല, പൊടിയും കുറവ്. എനിക്കിങ്ങനെയുള്ള ചായ ഇഷ്ടമേ അല്ല. നല്ല മധുരത്തിൽ കുറുക്കി തിളപ്പിച്ചെടുക്കുന്ന ചായ എനിക്കിഷ്ടം. തർപ്പണം. ഇനിയും നീ കളിക്കാൻ ഇറങ്ങിയ ചായ മാത്രമല്ല, കുറച്ച് കൂടുതൽ കറികളടക്കം സദ്യ തന്നെ ഉണ്ടാക്കിപ്പിക്കും. പേടി കൊണ്ട് നിന്റെ ഭാര്യ അതിന്റെ കൂട്ട് തെറ്റിച്ച് സ്വാദില്ലാതാക്കിയ എന്റെ ദേവരാജ, കുറച്ചധികം തർപ്പണം നീ ചെയ്യേണ്ടി വരും.
പോരട്ടെ?